ഹലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയേക്കുക കേട്ടോ. ഞാനും ഹസ്ബൻഡും മോനും ആട്ടോ പുറത്ത് പോകുന്നത്. നമ്മൾ ബൈക്കിനാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത് മോന് ഒരു പാൻറ് എടുക്കണം എന്ന് വിചാരിച്ചാട്ടോ നമ്മൾ പുറത്തിറങ്ങിയത്. അവന് ഓൾറെഡി നമ്മളൊരു ഷർട്ട് എടുത്ത്, അപ്പോൾ അതിന് ചേരുന്നൊരു ബാഗി ജീൻസ് എടുക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മോൻ പാട്ടൊക്കെ പാടുന്ന കേട്ടോ. വലിയ പാട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏലപ്പാറയിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫെസ്റ്റിന് പോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെയാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിലാട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ടൊക്കെ കയറിയത്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് മുന്നേ കയറിയപ്പോൾ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കയറിയപ്പോഴത്തെ കളക്ഷൻ കുറവാട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഷർട്ട്, ഈ ഒരു പാൻറ്റാട്ടോ നമ്മൾ എടുത്തത്. അങ്ങനെയാണ് നമ്മൾ പാൻറ്റൊക്കെ വാങ്ങി പുറത്തിറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ മോൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പാൻറ്റൊക്കെ. അതുകൊണ്ട് അവന് കവർ കൈ പിടിച്ചുകൊണ്ട് നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് എന്തോ കടയിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിർത്തിയിട്ട് പോയതാട്ടോ. അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം ആൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ നമ്മളൊരു ബേക്കറി കയറി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തേ. അങ്ങനെ അവൻ ഐസ്ക്രീം കഴിച്ച് തീർന്നിട്ട് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വാഗമണ്ണ് പോകാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ വാഗമണ്ണ് പോകാൻ കുറച്ച് ദൂരം അങ്ങോട്ട്, നമുക്ക് ഏലപ്പാറയിൽ നിന്ന് കുറച്ച് അടുത്താട്ടോ വാഗമണ്ണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് പകുതി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പോവണ്ട, നമുക്ക് ഫെസ്റ്റ് കാണാൻ പോകാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫെസ്റ്റ് കണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ വീണ്ടും, ഹസ്ബൻഡ് അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു ഫെസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫെസ്റ്റ് കാണാമെന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ പോകുന്നതിന് ഫെസ്റ്റ് കാണാൻ പോയിട്ടോ. അപ്പം പാമ്പിനുകളൊക്കെ ഇത് തൊട്ട് നോക്കുന്നുണ്ട്. അപ്പം ഹസ്ബൻഡിന് അതെല്ലാം തൊട്ട് നോക്കി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ഞാനാ പറഞ്ഞത് വേണ്ട എന്നുള്ളതൊക്കെ. ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങി മോനെ ഈ റൈഡേ കയറണമെന്ന് പറഞ്ഞ് മോൻ അന്ന് ബഹളം വെച്ചായിരുന്നു. പക്ഷേ അന്ന് റൈഡൊന്നും നൈറ്റ് ടൈമിൽ ഓടുന്നതെന്ന് പറഞ്ഞന്ന് കയറാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഈ തവണ ഒന്ന് കയറാമെന്ന് കരുതി റൈഡേ കയറി. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വീണ്ടും ഞങ്ങൾ അടുത്ത ഐസ്ക്രീം മോന് വാങ്ങിക്കൊടുത്തേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്, എല്ലാം ഓടിക്കൂടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം അടുത്ത ഒരു ട്രെയിനിലാണ് കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ റൈഡേ നമ്മൾ കയറുന്ന കേട്ടോ. അപ്പം ഞാൻ തെന്നി പോകുന്നതുകൊണ്ട് ഞാൻ നല്ല കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മോനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ വലിയ ചിരിയായിരുന്നു കേട്ടോ. ഞാൻ കരയുന്നു, വലുതായിട്ടിരിക്കുന്നു. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. കുറച്ച് നേരം നമ്മൾ നിന്നുള്ളൂ, കാരണം മോനെയും കൊണ്ട് നേരത്തെ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട്